പരിശുദ്ധ ദേവമാതാവിൻ്റെ വടക്കുമാസം 29-ാം തീയതി. യഥാർത്ഥമായ ഭാര്യഭക്തി. ദൈവജനനിയായ കന്യാമറിയത്തിന് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവളുടെ നേരെ ശരിയായ ഭക്തി ഉളവാകുകയുള്ളൂ. ദൈവജനനി, സഹരക്ഷക, ആധ്യാത്മിക മാതാവ്, സകല വരപ്രസാദങ്ങളുടെ മധ്യസ്ഥ എന്നീ വിവിധ നിലകളിൽ മേരിക്കു നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ട്. ദൈവമാതാവ് എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യ സർവോത്കൃഷ്ടമായ വണക്കത്തിനും സ്നേഹ ആദരങ്ങൾക്കും അർഹയാണ്. നമുക്ക് മേരിയുടെ നേരെയുള്ള ഭക്തി, സ്നേഹം, ബഹുമാനം, മധ്യസ്ഥാപേക്ഷാനുകരണം, പ്രതിഷ്ഠ എന്നീ മാർഗങ്ങളിലൂടെ പ്രകടമാകേണ്ടിയിരിക്കുന്നു. ദൈവജനനി മാതൃനിർവിശിഷ്ടമായ സ്നേഹം നമ്മുടെ നേരെ പ്രദർശിപ്പിക്കുന്നു. ഒരു ശിശുവിൻ്റെ ശാരീരിക ജീവൻ സുരക്ഷിതമാക്കുന്നതിന് മാതൃപരിലാളനം എത്ര ആവശ്യമാണോ അതിലുപരി നമ്മുടെ ആധ്യാത്മിക ജീവൻ സംരക്ഷിക്കുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനും ദൈവമാതാവിൻ്റെ മാതൃവാത്സല്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ അവിടുത്തെ അമ്മയെ തന്നെ നമ്മുടെ ആധ്യാത്മിക മാതാവായി നൽകിയത്. കൂടാതെ മേരി സകല വരപ്രസാദങ്ങളുടെ മധ്യസ്ഥയാണ്. രക്ഷണീയ കർമ്മത്തിൽ ദൈവജനനി വഹിച്ച ഭാഗവാഹിത്യം അത് വെളിപ്പെടുത്തുന്നു. പരിത്രാണ കർമ്മത്തിൻ്റെ ഫലം നമ്മിലേക്ക് പ്രവഹിച്ചത് മറിയത്തിലൂടെയാണ്. ഒരു ശരീരത്തിൽ ഹൃദയം ജീവരക്തത്തെ ശരീരത്തിൻ്റെ മറ്റു ഭാഗത്ത് എത്തിക്കുന്നത് പോലെ ഭൗതിക ശരീരത്തിൽ ആധ്യാത്മിക ചൈതന്യമായ പ്രസാദപരം എത്തിക്കുന്നത് മറിയത്തിലൂടെയാണ്. അവൾ ശിരസ്സായ ക്രിസ്തുവിനെയും അവയവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ടനാളമാണ്. അതിനാൽ ജീവന്റെ പ്രവാസ്ഥാനമായ ക്രിസ്തുവുമായുള്ള ഐക്യത്തിനു മേരിയുമായുള്ള ഐക്യം എത്ര ആവശ്യമാണെന്ന് ഗ്രഹിക്കാമല്ലോ. ദൈവമാതാവിനോടുള്ള ഭക്തി നമ്മുടെ ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾക്കും ഉപയുക്തമത്രേ. നാം എപ്രകാരമാണ് മറിയത്തോടുള്ള നമ്മുടെ ഭക്തി പ്രകടമാക്കേണ്ടത്? ഭക്തിയുടെ കാതൽ അടങ്ങിയിരിക്കുന്നത് അനുകരണത്തിലും പ്രതിഷ്ഠയിലുമാണ്. ഒന്നാമതായി ദൈവജനനിയെ അനുകരിക്കണം. മറിയത്തിൽ പ്രശോഭിച്ചിരിക്കുന്ന സുഹൃതങ്ങൾ നമ്മിലേക്ക് പകർത്തണം. പ്രത്യേകമായി വിമലാംബയുടെ എളിമ, വിശ്വാസം, പ്രത്യാശ, വിരക്തി മുതലായ സുഹൃതങ്ങൾ അഭ്യസിക്കുക. എല്ലാ ക്രിസ്തീയ സുഹൃതങ്ങളും ഏറ്റവും വലിയ പൂർണ്ണതയിൽ മേരിയിൽ വിളങ്ങിയിരിക്കുന്നു. രണ്ടാമതായി നമ്മെ തന്നെ ദൈവജനനിക്ക് പ്രതിഷ്ഠിക്കണം. അവളുടെ സേവനം നമ്മുടെ ജീവിത സാഫല്യമായി കരുതുക. അനുദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും മറിയത്തിന് ഒരു സ്ഥാനം നൽകേണ്ടിയിരിക്കുന്നു. മറിയത്തോടുകൂടി മരിയ ചൈതന്യത്തിൽ ദിവ്യ ഈശോയ്ക്ക് വേണ്ടി മറിയത്തിലൂടെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. നമ്മുടെ ജീവിതം മരിയാത്മമായിരിക്കണം. മാതാവിനോടുള്ള ഭക്തി മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ നാം പരിശ്രമിക്കണം. വൈകാര്യമോ ബാഹ്യമോ ആയ ഭക്തി പ്രകടനത്തെക്കാൾ ദൈവശാസ്ത്രത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അധിഷ്ഠമായ ആരാധനക്രമ ചൈതന്യത്തിനു അനുയോജ്യമായിരിക്കണം നമ്മുടെ ഭക്തി. സംഭവം 1960 ഒക്ടോബർ മാസം 13-ാം തീയതി അന്നത്തെ റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഖ്രുഷ്ചേവ് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ നിന്നും കൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഞങ്ങൾ നിങ്ങളെ കുഴിച്ചുമൂടും. എന്നാൽ എന്തുകൊണ്ടാണ് ഖ്രുഷ്ചേവ് ഇപ്രകാരം പറഞ്ഞതെന്ന് നമുക്കറിഞ്ഞുകൂടാ ആയിരുന്നു. അടുത്ത കാലത്തെ ഇരുമ്പ് യൗവനികയുടെ പിന്നിൽ നിന്നും നമുക്ക് അത്ഭുതകരമായ ഒരു വാർത്തയാണ് ലഭിച്ചത്. ഖ്രുഷ്ചേവ് ഇപ്രകാരം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപിച്ച ദിവസം റഷ്യൻ സൈബീരിയയിൽ ഒരു സൂപ്പർ ബോംബ് പരീക്ഷണം നടത്തുകയായിരുന്നു. ഇന്നുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിലും ഏറ്റവും മാരകമായ ബോംബായിരുന്നു അത്. ബോംബ് സ്ഫോടനം വിജയപ്രദമായിരുന്നെങ്കിൽ
ലോകത്തിലെ ഈശ്വര വിശ്വാസികളും ജനാധിപത്യ രാജ്യങ്ങളും റഷ്യയുടെ അടിമകളായി തീരുമായിരുന്നു. പക്ഷേ ഖ്രുഷ്ചേവ് പ്രതീക്ഷിച്ചതുപോലെ ബോംബ് സ്ഫോടനം വിജയപ്രദമായില്ല. ബോംബ് സ്ഫോടനത്തിലൂടെ റഷ്യയുടെ ഏറ്റവും സമർത്ഥരായ 300ഓളം ശാസ്ത്രജ്ഞന്മാർ മരണമടഞ്ഞു. അന്നേ ദിവസം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി 400ഓളം രൂപതകളിൽ മാതാവിൻ്റെ ഫാത്തിമയിലെ ആഹ്വാനമനുസരിച്ച് ജപമാല യജ്ഞങ്ങളും റാലികളും നടത്തിയിരുന്നു. ഇതിനാൽ ഇന്ന് ലോകത്തിൽ ഈശ്വര വിശ്വാസികളും ജനാധിപത്യ പ്രേമികളും സ്വതന്ത്രരായി ജീവിക്കുന്നത് നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതൃപരിപാലനയുടെ ഫലമായിട്ടാണ് എന്നുള്ളത് നിസ്തർക്കമത്രേ. നമുക്ക് ദൈവജനനിയോട് കൃതജ്ഞരായി ജീവിക്കാം. പ്രാർത്ഥന. പരിശുദ്ധ കന്യകയെ, അങ്ങ് ഞങ്ങളുടെ സർവ്വവല്ലഭയായ മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങൾക്ക് കടമയുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ഭാവിയിലും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിലും അങ്ങേ സഹായം അനുപോഷണീയമാണ്. പ്രലോഭനങ്ങളിലും വിഷമതകളിലും അങ്ങാണ് ഞങ്ങൾക്ക് പ്രത്യാശ. ദുഃഖങ്ങളിൽ അവിടുന്നാണ് ആശ്വാസം. നാഥേ, അങ്ങേ കരുണ കടാക്ഷം ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസ ജീവിതത്തിനു ശേഷം അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും മാധുര്യവും വാത്സല്യവും നിറഞ്ഞ കന്യാമറിയമേ, ഞങ്ങളെ പരിപാലിക്കണമേ. എത്രയും ദയവുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാരസഹായം അപേക്ഷിച്ചു. നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്നു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നിലച്ചു കൊള്ളണമേ. കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയവുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുർപ്പെട്ട് കണർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. ഈശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം ഭരണമേ. അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതൊന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടലാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കുമാമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു.
പരിശുദ്ധമേ തമ്പുരാനുമേ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടാവുന്നു. പരിശുദ്ധമേ തമ്പുരാനുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടാവുന്നു. പരിശുദ്ധമേ തമ്പുരാനുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സിലുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടാവുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാനുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടാവുന്നു. പരിശുദ്ധമേ തമ്പുരാനുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾ കൊണ്ട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടാവുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാനുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ കൊണ്ട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടാവുന്നു. പരിശുദ്ധമേ തമ്പുരാനുമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഗന്ധ ജപം. ശാന്തഗുണത്തിനു മാതൃയായ മറിയമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി വിതയ്ക്കണമേ. ശാന്തഗുണത്തിനു മാതൃയായ മറിയമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി വിതയ്ക്കണമേ. ശാന്തഗുണത്തിനു മാതൃയായ മറിയമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി വിതയ്ക്കണമേ.